53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുലാമന്തൂർ പാലത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പ്രവൃത്തികളുടെ ഭാഗമായുള്ള എക്സ്പാൻഷൻ ജോയിന്റ് മാറ്റവും BC പ്രവൃത്തികളുമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. നിലവിൽ എക്സ്പാൻഷൻ ജോയിന്റ് പൊളിച്ചെടുത്ത് അവിടെ മണൽ ചാക്കുകൾ നിറച്ചുവെച്ച് BC ടാറിംഗ് പ്രവൃത്തികളാണ് ചെയ്തിട്ടുള്ളത്. ഇനി പാലം പൂർണ്ണമായി അടച്ചിട്ട് എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങളും കട്ട് ചെയ്ത് അവിടെ പുതിയ എക്സ്പാൻഷൻ ജോയിന്റ് ഫിക്സ് ചെയ്ത് ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് നടത്തേണ്ടതുണ്ട്. ഈ പ്രവൃത്തികൾക്ക് സമയം ആവശ്യമുള്ളതുകൊണ്ടും പൂർണ്ണമായി പാലം അടച്ചിടേണ്ടതുള്ളതുകൊണ്ടും ജനുവരി 6 ശേഷമാണ് ഈ പ്രവൃത്തികൾ ആരംഭിക്കുക. കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെ അതിന്റെ മുകളിലൂടെ മുഴുവൻ BC പ്രവൃത്തികളും ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ ജോയിന്റുകളെ ബാധിക്കാതിരിക്കാനും പാലം താൽക്കാലികമായി ഗതാഗതയോഗ്യമാക്കാനുമാണ് നിലവിൽ BC വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടം കൂടി കഴിയുന്നതോടെ പാലം പൂർണ്ണമായും കുറച്ചു ദിവസം അടച്ചിടേണ്ടി വരുമെന്നാണ് പൊതുമരാമത്ത് പാലം വിഭാഗം അറിയിച്ചിട്ടുള്ളത്. അതുകൂടി കഴിഞ്ഞ് പാലം തുറന്നു കൊടുക്കുന്നതോടെ ദീർഘനാളായുള്ള യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരമാവുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. നമ്മുടെ പുലാമന്തോൾ പാലം ദീർഘകാലമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്ന ഒരു പാലമാണ്. അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചു. കുറേ കാലം കോൺട്രാക്ടർമാർ എടുക്കാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പൂർണ്ണമായി BC അതിൻ്റെ മുകളിൽ ചെയ്തു. എക്സ്പാൻഷൻ ജോയിന്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പാൻഷൻ ജോയിന്റുകൾ എല്ലാം തന്നെ പൊട്ടിച്ചെടുത്തു. കാരണം അത് കംപ്ലൈൻ്റ് ആയിരുന്നത് കൊണ്ടാണ് ഇത് പ്രവർത്തനം പാലത്തിന് പ്രശ്നമുണ്ടായിരുന്നത്. അപ്പോൾ അത് പൊട്ടിച്ചെടുത്തുകൊണ്ട് അവിടെ മണൽ നിറച്ചു വെച്ചുകൊണ്ട് ആണ് ഇപ്പോൾ നമ്മൾ ടാറിങ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാനും എക്സ്പാൻഷൻ ജോയിന്റുകൾ വന്ന് ഇനി അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം ക്യൂറിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതുവരെ അതിൻ്റെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ടാർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വൈബ്രേറ്ററൊക്കെ കയറുമ്പോൾ അത് കോൺക്രീറ്റിനെ ബാധിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മുഴുവനായിട്ട് റബ്ബർ BC ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗം മാത്രം എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ ഭാഗം മാത്രം പീസാക്കി കട്ട് ചെയ്ത് എക്സ്പാൻഷൻ ജോയിൻ്റ് ആ മണലെടുത്തുകൊണ്ട് അവിടെ വെച്ച് അത് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന പ്രവർത്തനം ഇനി ജനുവരി 6 ശേഷമാണ് അത് നടക്കുക. അതാണ് രണ്ടാം ഘട്ടം. അതുകൂടി പൂർത്തീകരിക്കുമ്പോൾ അത് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി പാലം കുറച്ച് ദിവസം അടച്ചിടേണ്ടി വരുന്നതാണ് PWD ബ്രിഡ്ജ് വിഭാഗം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി കഴിഞ്ഞ് അത് അടച്ചിട്ട് പൂർത്തീകരിച്ചാൽ പൂർണ്ണമായി പുലാമന്തോൾ പാലം ഏറ്റവും മികച്ച രീതിയിൽ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഗതാഗത യോഗ്യമാകും. അപ്പോൾ ആദ്യഘട്ടമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ളത്.